അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പോണോ വേണ്ടയോ എന്നൊക്കെ ഒരു ഡബിൾ മൈൻഡിൽ നിന്നിട്ട് അവസാനം പോയി എക്സ്പ്ലോർ ചെയ്തൊരു സ്ഥലമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ ദ ബാന ഹിൽസ്. ഒരു ഹിൽ ടോപ്പ് റിസോർട്ടാണ് ഈ ബാന ഹിൽസ് എന്ന് പറയുന്നത്. ഇത് 3 ലെവലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കേബിൾ കാറുകൾ എടുത്തിട്ട് വേണം നമ്മൾ മുകളിലേക്ക് പോകാനായിട്ട്. എനിക്ക് തോന്നുന്നു ബാന ഹിൽസിലേക്കുള്ള ഒരു യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കേബിൾ കാർ റൈഡ്. വളരെ മോഡേണും ഫാസ്റ്റ് ആയതുമായിട്ടുള്ള കേബിൾ കാറുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച ഇസ് റിയലി അമേസിങ്. എനിക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് മാൻമെയ്ഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു കേബിൾ കാർ റൈഡ്, ഈ ഒരു വ്യൂ, ഈ ഒരു വെതർ ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ലെവൽ 1 എത്തിയിരിക്കുകയാണ്. ലെവൽ 1 ഐക്കോണിക് ആയിട്ടുള്ള ഗോൾഡൻ ബ്രിഡ്ജ് ഉള്ളത്. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. ഗോൾഡൻ ബ്രിഡ്ജ് വാസ് സോ ക്രൗഡഡ്, ഐ ഹേറ്റഡ്. ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമായിരുന്നു. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴുള്ള കാഴ്ച ഇതാണ്. എവിടെ നോക്കിയാലും കുറേ ഫാൻറ്റസി പാർക്കുകൾ. നിങ്ങൾ എങ്ങനെ ഫോട്ടോ എടുത്താലും, നിങ്ങൾ എങ്ങനെ വീഡിയോ എടുത്താലും നിങ്ങൾക്ക് നല്ലൊരു ഫോട്ടോയും വീഡിയോയും കിട്ടും. അതാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങളിവിടെ വന്ന് കുറേ ഫോട്ടോസും വീഡിയോസും നല്ല റീൽസുകളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ബെസ്റ്റ് പ്ലേസ് ഫോർ യു. ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള ഫ്രഞ്ച് വില്ലേജാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എങ്കിലും ചില ബുദ്ധ പഗോഡകളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. That looks so real and good. ബാ കാണിച്ചു തരാം. Everything you see in this place is actually fake, but the maintenance is so good. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കണ്ടു നടക്കാനായിട്ട് നല്ല രസമുണ്ട്. സോ ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് വില്ലേജിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്നത്. ഈ ഒരു പ്രദേശം സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം സീ ലെവലിൽ നിന്ന് 1487 മീറ്റർ ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുത്ത ക്ലൈമറ്റാണ് ഇവിടെ ഉള്ളത്. ഫ്രഞ്ച് വില്ലേജ് മാത്രമല്ല, ചെറിയ ജാപ്പനീസ് വില്ലേജുകളും ധാരാളം കഫേസും ഈ ബാന ഹിൽസിനകത്ത് തന്നെ ഉണ്ട്, ഇൻക്ലൂഡിങ് സ്റ്റാർബക്സ്. നേരത്തെ പറഞ്ഞ പോലെ ഹൈലി കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇത് ഒന്നുകൂടി ഒന്ന് ഫാൻറ്റസി ആക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. നമ്മൾ നടന്നു പോകുന്ന വഴികളിലൊക്കെ ചെറിയ സ്പീക്കറുകളൊക്കെ വെച്ചിട്ട് അവർ ചെറിയ ലൈറ്റ് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. അതൊരു പ്രത്യേക ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നുമുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കൂടി കാണാനുണ്ട്. എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് മറ്റൊരു വീഡിയോ ആക്കി ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.